നമുക്കിന്ന് യൂണിവേഴ്സിൻ്റെ പാസ്റ്റ് പ്രസൻറ്റ് എനർജികൾ ചെക്ക് ചെയ്യാം. ഇപ്പോൾ പാസ്റ്റ് എനർജി ഇതാണ്, പ്രസൻറ്റ് എനർജി ഇതാണ്, ഫ്യൂച്ചർ എനർജി ഇതാണ്. അപ്പോൾ എന്താണ് ഇതിലുള്ള യൂണിവേഴ്സ് നമ്മൾ പറഞ്ഞത്? പാസ്റ്റിലുള്ള എനർജി. പാസ്റ്റിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും ചുമ്മാതെ വേഗതയിൽ ചിന്തിക്കുമായിരുന്നു. അപ്പോൾ വേഗതയിൽ ചിന്തിക്കുമ്പോൾ എന്താ പ്രശ്നമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ കറക്റ്റ് ഡിസിഷൻ അല്ലായിരുന്നു ഈ കാര്യത്തിൽ എടുത്തിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിന് വേഗത കൂടുതലായിരുന്നുവെങ്കിൽ ഇപ്പം നിങ്ങളെ വേഗതയൊന്ന് മാറ്റി വെക്കൂ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു എല്ലാം ചെയ്യുന്നു, പക്ഷേ അതൊരു ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്ത മാതിരിയായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് എന്നാണ് കാണുന്നത്. ഇപ്പോഴും എന്ത് എനർജിയിലാണ്? ഇപ്പോഴും അതേ എനർജിയിലാണ്. പോയതിനെയൊക്കെ ആലോചിച്ച് അതിനെ ചേസ് ചെയ്ത് എന്നാൽ പ്രപഞ്ചം ഒരു കപ്പ് വെച്ച് നീട്ടുന്നുണ്ട്. അപ്പം അതിലൊന്നും ഒരു താല്പര്യമില്ലാത്തൊരു വ്യക്തിയുടെ കൂട്ടാണ് ഇപ്പോഴും ബിഹേവ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതുപോലെ എനിക്ക് വേറെ കിട്ടണം എന്ന ആശയിലാണ് നമ്മൾ മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ പോയതിനെയൊക്കെ ഓർത്ത് ദുഃഖിക്കുന്നു അല്ലാതെ പ്രപഞ്ചം യൂണിവേഴ്സ് നമുക്ക് തരുന്ന ഒരു സൗഭാഗ്യങ്ങളെയും നമ്മൾ വാങ്ങിക്കാൻ തയ്യാറല്ല. ഇപ്പം അങ്ങനെയാണ്. ഇപ്പോൾ കടന്നുപോയ കാലം നല്ലതായിരുന്നെങ്കിൽ ആ കടന്നുപോയതിനെ ഓർത്ത് നമ്മൾ ദുഃഖിച്ചുകൊണ്ടിരിക്കും എന്നല്ലാതെ, ഇപ്പം നമ്മുടെ കയ്യിലുള്ളതിന് നമുക്ക് കയ്യിലോട്ട് കിട്ടാൻ പോകുന്നതിന് ഒന്നിലും ഒരു സാറ്റിസ്ഫാക്ഷൻ കാണത്തില്ല. അത് നല്ലതായെന്ന് വിചാരിക്കത്തും ഇല്ല. മൂന്നാമത്തെ എനർജി എന്താ പറയുന്നത്? പേജ് ഓഫ് സോർട്സിൻ്റെ എനർജി. പേജ് ഓഫ് സോർട്സിൻ്റെ എനർജി നമ്മൾ ഒഴുക്കിനെതിരെ നീന്തുന്ന ഒരു ഇതാണ്. അപ്പം ഇതിലൊക്കെ അയാൾ ഈ രണ്ട് കാർഡിലും, പാസ്റ്റ് എനർജിയിലും പ്രസൻറ്റ് എനർജിയിലും ഓരോ പ്രോബ്ലംസിൽ പെട്ടിട്ട് ഇങ്ങനെ ഓരോന്നിനെ ചേസ് ചെയ്ത് പോകുന്നതുകൊണ്ട് ഓരോ പ്രോബ്ലംസിൽ ചെന്ന് ചാടുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ പ്രസൻറ്റ് എനർജിയിലും ഈ വ്യക്തി. അപ്പോൾ ഫ്യൂച്ചർ എനർജിയിൽ എന്താണെന്ന് പറഞ്ഞാൽ, ഈ പ്രോബ്ലമിൽ നിന്നൊക്കെ ഈ വ്യക്തി ഉയർത്തെഴുന്നേൽക്കും. ഒരു മാറ്റം ഈ വ്യക്തിക്ക് സംഭവിക്കും. അപ്പോൾ ആ മാറ്റം സംഭവിക്കുമ്പം ഈ വ്യക്തിയിൽ എന്ത് ചേഞ്ചസ് ഉണ്ടാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ വ്യക്തി സാഹചര്യങ്ങളെയൊക്കെ പുല്ലുപോലെ വിചാരിച്ചിട്ട് മുന്നോട്ട് പോകുന്ന ഒരു എനർജിയിലേക്ക് വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ എനർജി ഇങ്ങനെയാണെങ്കിൽ എത്ര കിട്ടിയാലും തൃപ്തി വരത്തില്ല. ആ ഒരു മനോവികാരം തന്നെ ആ വ്യക്തിയുടെ കൊണ്ടുവന്നിട്ട് ഒരു താഴ്ന്ന ഒരു സ്ഥിതിയിലേക്ക് കലാശിക്കും. അവിടെ നിന്ന് ഈ വ്യക്തി എഴുന്നേറ്റിട്ട് അനുകൂലമായില്ലാത്ത സാഹചര്യങ്ങളെയൊക്കെ മാറ്റി നിർത്തി മുന്നോട്ട് കുതിക്കാൻ തന്നെ തീരുമാനിക്കും. അപ്പം സക്സസ് എപ്പോഴാണ് കിട്ടുന്നത്? ഫ്യൂച്ചറിലാണ് കിട്ടുന്നത്. പ്രസൻറ്റിലും ആ വ്യക്തി ഇങ്ങനെ ഓരോന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് പോയതിനെയൊക്കെ ആലോചിച്ചുകൊണ്ട് ഓരോന്ന് ഇനിയും ഇതിൽ നല്ലത് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന എനർജിയാണ്. എന്നുവെച്ചാൽ ഫ്യൂച്ചറിൽ ഇതിൽ നിന്നൊക്കെ ഉയർത്തെഴുന്നേറ്റ് മുന്നോട്ട് പോകുന്ന ഒരു എനർജിയിലോട്ട് വരും. അപ്പം ഫ്യൂച്ചറിൽ ആ വ്യക്തിയിലൊരു മാറ്റങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പം ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക് യു. റീഡിങ് ഇഷ്ടമായെങ്കിൽ താങ്ക് യു യൂണിവേഴ്സ് എന്ന് ടൈപ്പ് ചെയ്യുക.